കഥകളുടെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ്ടുവിശേഷമാണ് വൃശ്ചിക മാസത്തിൽ കറുത്ത ഏകാദശി ദിവസം നടന്നുവരുന്ന തൃപ്രയാർ ഏകാദശി. സാധാരണയായി വൈഷ്ണവ ദേവാലയങ്ങളിൽ വെളുത്ത ഏകാദശിയാണ് വിശേഷമായി ആചരിച്ചു വരാറുള്ളത്. തൃപ്രയാറിൽ കറുത്ത ഏകാദശി ആചരിച്ചു വരുന്നതിന് കാരണമായി പറയപ്പെടുന്നത് ഭഗവാന്റെ ശൈവ ചൈതന്യമാണ്. വൃശ്ചികത്തിലെ വെളുത്ത ഏകാദശി ഗുരുവായൂർ ഏകാദശിയായി അറിയപ്പെടുന്നു. ഏകാദശിയോടനുബന്ധിച്ച് വിശേഷാൽ വിളക്കുകളും കലാപരിപാടികളും ഉണ്ടാകാറുണ്ട്. ഏകാദശിക്ക് 2 ആഴ്ച മുമ്പേ നിറമാല തുടങ്ങും. അതിനുശേഷമാണ് വിളക്ക് തുടങ്ങുക. ഓരോ ദിവസവും വിവിധ സ്ഥാപനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും വക വിളക്കുകൾ ഉണ്ടാകും. ഏകാദശിയോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഏകാദശിയുടെ തലേ ദിവസമായ ദശമി നാളിലെ എഴുന്നള്ളിപ്പാണ്. ക്ഷേത്രത്തിലെ ആദ്യ പ്രതിഷ്ഠയായ ശാസ്താവാണ് അന്നേ ദിവസം ശ്രീരാമന് പകരം എഴുന്നള്ളുന്നത്. ഇത് മറ്റൊരു ക്ഷേത്രത്തിലും പതിവില്ലാത്ത കാര്യമാണ്. 3 ആനകളോടുകൂടിയ ശാസ്താവിന്റെ എഴുന്നള്ളത്ത് ആദ്യ പ്രതിഷ്ഠ എന്ന നിലയിൽ കൊടുത്തുവരുന്ന ആദരവായി കണക്കാക്കപ്പെടുന്നു. പഞ്ചവാദ്യത്തോടുകൂടിയാണ് എഴുന്നള്ളിപ്പ്. എന്നാൽ എഴുന്നള്ളിപ്പ് ശാസ്താവിനാണെങ്കിലും വിളക്ക് തേവർക്ക് തന്നെയാണ് നടത്തുന്നത്. ഇനി ഏകാദശിക്ക് പിന്നിലുള്ള ഐതിഹ്യകഥയെപ്പറ്റി പറയുകയാണെങ്കിൽ ഏകാദശി പുരാണ കഥകൾ അനുസരിച്ച് ഒരു ദേവിയാണ്, ഏകാദശി ദേവി. ഈ ദേവി വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ഇത് സംബന്ധിച്ചുള്ള കഥ ഇങ്ങനെയാണ്. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലജംകൻ. അദ്ദേഹത്തിന്റെ മകൻ മുരൻ. ഇരുവരും ചന്ദ്രാവതിപുരിയിലായിരുന്നു താമസം. അവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്രസ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു. മഹാദേവനാവട്ടെ അവരെ വിഷ്ണുവിങ്കിലേക്ക് അയച്ചു. ദേവന്മാർ വിഷ്ണുവിനോട് സങ്കടമുണർത്തിച്ചപ്പോൾ സുന്ദരിയും അതീവ ശക്തിശാലിനിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു. അന്ന് ഏകാദശി ദിവസം ആയതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേരിടുകയും ചെയ്തു. ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു. വിഷ്ണുവിന് സന്തോഷമായി. എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു വ്രതമുണ്ടാവണമെന്നും അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണമെന്നും ദേവി ആവശ്യപ്പെട്ടു. വിഷ്ണു അത് സമ്മതിച്ചു. അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടായത്. വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ച ദേവി മുരനെ കൊന്നതുകൊണ്ടാണ് വിഷ്ണുവിന് മുരാരി എന്ന പേരുണ്ടായത്. തൃപ്രയാറിൽ ഏകാദശി നാളിൽ പുലർച്ചെയുള്ള നിയമവെടി അന്നേ ദിവസത്തെ പരിപാടികൾക്കുള്ള നാന്ദിയാകുന്നു. അന്നേ ദിവസത്തെ നിർമാല്യ ദർശനം ഏറ്റവും പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു. നിരവധി ഭക്തരാണ് ഈ ദിവസം ഭഗവത് ദർശനത്തിനായി തൃപ്രയാറിലെത്തുന്നത്. രാവിലെ 8 മണിക്ക് തിടമ്പാന ഉൾപ്പെടെ 21 ആനകളുടെ ശീവേലി എഴുന്നള്ളിപ്പുണ്ടാകും. വിശേഷ ദിവസങ്ങളിൽ മാത്രം പുറത്തെടുക്കുന്ന സ്വർണ്ണക്കോലത്തിലാണ് തേവരുടെ എഴുന്നള്ളത്ത്. പാഞ്ചാരിമേളത്തോടെയാണ് ശീവേലി നടത്തുന്നത്. ഉച്ചതിരിഞ്ഞ് കാഴ്ച ശീവേലി, രാത്രി വിളക്കെഴുന്നള്ളത്ത് എന്നിവയും വിശേഷമാണ്. ഗുരുവായൂരിലേതുപോലെ തൃപ്രയാറിലും ഏകാദശി നാളിൽ ഭക്തർക്ക് ഉച്ചയ്ക്ക് ഗോതമ്പ് കഞ്ഞിയും പയറും കൂട്ടിയുള്ള പ്രസാദ ഊട്ടുണ്ട്. എന്നാൽ ഭഗവാന് സാധാരണ പോലെയാണ്. ദ്വാദശി നാളിൽ പുലർച്ചെ 4 മണിവരെ വിളക്കുണ്ട്. അത് കഴിഞ്ഞ് ഭഗവാൻ ശ്രീലകത്തേക്ക് തിരിച്ചെഴുന്നള്ളുന്നു. ഗുരുവായൂരിലേതുപോലെ ഇവിടെയും ഏകാദശി ദിവസം രാത്രിയിൽ ദ്വാദശി പണം സമർപ്പണമുണ്ട്. ഗുരുവായൂർ മാതൃകയിൽ തന്നെയാണ് ഈ ചടങ്ങും. ശുഗപുരം, പെരുവനം, ഇരിങ്ങാലക്കുട ഗ്രാമങ്ങളിലെ അഗ്നിഹോത്രികളായ നമ്പൂതിരിമാർക്കാണ് ഇത് സമർപ്പിക്കുന്നത്. ഭഗവത് പ്രതിനിധിയായി ആദ്യം ക്ഷേത്രം മേൽശാന്തി പണം കാഴ്ചവെക്കുന്നു. പിന്നീട് ഭക്തർ ഓരോരുത്തരായി പണം കാഴ്ചവെക്കുന്നു. രാവിലെ 9 മണിവരെ ചടങ്ങ് തുടരും. ഒടുവിൽ ഉച്ചയ്ക്കുള്ള ദ്വാദശി ഊട്ടോടെ ഏകാദശി മഹോത്സവം സമാപിക്കും. ഏകാദശിയോടനുബന്ധിച്ച് 2010 തുടങ്ങിയ നൃത്ത സംഗീതോത്സവം ചുരുങ്ങിയ കാലം കൊണ്ട് വൻ വിജയമായിട്ടുണ്ട്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ആദ്യ ദിവസം നൃത്തോത്സവവും പിന്നീടുള്ള ദിവസങ്ങളിൽ സംഗീതോത്സവവുമാണ് നടത്തുന്നത്. നിരവധി കലാകാരന്മാർ ഇവിടെ വന്ന് കച്ചേരി അവതരിപ്പിക്കാറുണ്ട്. അവസാന ദിവസം നടത്തുന്ന പഞ്ചരത്ന കീർത്തനങ്ങളുടെ ആലാപനവും വളരെ വിശേഷമാണ്. സാധാരണ ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നത്. ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം അരിയാഹാരം ഉച്ചയ്ക്ക് 1 നേരം മാത്രമേ പാടുള്ളൂ. തുടർന്ന് ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസം എടുക്കേണ്ടതാണ്. ഇനി അതിന് സാധിക്കാത്തവർക്ക് പഴങ്ങളും മറ്റും കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഏകാദശി ദിനം പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാന് മുൻപിൽ വിളക്ക് കൊളുത്തി മന്ത്രജപങ്ങളോടെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഏകാദശി വ്രതത്തിന്റെ ഫലങ്ങൾ അനവധിയാണ്. ഇതിലൂടെ വിഷ്ണുപ്രീതിയും സർവൈശ്വര്യങ്ങളും കൈവരും. തൃപ്രയാർ ക്ഷേത്രത്തെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഹൈന്ദവ വിശ്വാസ പ്രകാരം മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായ മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രനെ ഉഗ്രഭാവത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു.
തൃശൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തായി ചാവക്കാട് താലൂക്കിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ എന്ന സ്ഥലത്ത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശൂർ, എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണിത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റ് ക്ഷേത്രങ്ങൾ. രാമായണ മാസമായ കർക്കിടകത്തിൽ ഒരേ ദിവസം ഈ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് അത്യുത്തമമായി വിശ്വസിക്കപ്പെടുന്നു. നിരവധി ആളുകളാണ് ഈ സമയം ഇതിനായി എത്തിച്ചേരുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് വിശ്വസിച്ചു വരുന്നു. ഗണപതി, ദക്ഷിണാമൂർത്തി, ശ്രീകൃഷ്ണൻ, അമൃത കലശധാരിയായ ശാസ്താവ്, ഹനുമാൻ സങ്കല്പം, വിഷ്ണുമായ സങ്കല്പം എന്നിവരാണ് ഇവിടത്തെ ഉപദേവതകൾ. മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നത് തൃപ്രയാർ ശ്രീരാമദേവനാണ്. അതിനാൽ തന്നെ അദ്ദേഹം തൃപ്രയാർ തേവർ, തൃപ്രയാറപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ഇനി ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യകഥകൾ പറയുകയാണെങ്കിൽ, വാമനാവതാര വേളയിൽ ഭഗവാൻ ത്രിവിക്രമനായി വളർന്നു വന്നപ്പോൾ ഭഗവാന്റെ ഒരു പാദം സത്യലോകത്തിലെത്തി. ബ്രഹ്മാവ് പരിഭ്രമിച്ച് തന്റെ കമണ്ഡലുവിലുള്ള തീർത്ഥമെടുത്ത് ഭഗവത് പാദത്തിൽ അഭിഷേകം ചെയ്തു. ആ തീർത്ഥജലം അവിടെ നിന്നൊഴുകിയപ്പോൾ കുറെ ഭാഗം ഭൂമിയിലും പതിച്ചു എന്നാണ് ഐതിഹ്യം. ആ തീർത്ഥജലമാണത്രേ തൃപ്രയാറായത്. തിരുപാദം കഴുകിയത് ആറായി തീർന്നപ്പോൾ അത് തിരുപ്പാതയാറായി. അത് ശോഷിച്ച് തൃപ്പാതയാറും തൃപ്രയാറുമായി. തൃപ്രയാറപ്പൻ അഭിഷേകത്തിനായി വരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായി എത്തിയ ഗംഗാനദി അഭിഷേകത്തിന് ശേഷം തിരികെ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ച് ഭഗവാന് ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയം ദർശനത്തിനായി വന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെത്തുവാൻ തീരെ നിവൃത്തിയില്ലാതെയായി. അപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിടുകയും അങ്ങനെ തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ തിരുപുറൈ ആറ് എന്ന് വിശേഷിപ്പിക്കുകയും പിന്നീട് അത് തൃപ്രയാറായി മാറുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് പുറയൻ എന്ന ദ്രാവിഡ ദേവനുമായി ബന്ധപ്പെട്ട് തിരുപ്പുറയാർ എന്ന സ്ഥലം അറിയപ്പെടുകയും പിന്നീട് അത് ലോപിച്ച് തൃപ്രയാർ ആവുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെയും നാലമ്പലങ്ങളിലെ മറ്റ് 3ഇടത്തെയും വിഗ്രഹങ്ങൾ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജയേറ്റുവാങ്ങിയ വിഗ്രഹങ്ങളാണെന്ന് പറഞ്ഞുവല്ലോ. 4 ഭാഗത്തും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വാരകാപുരിയിൽ 4ഇടത്തും ദശരഥപുത്രന്മാർക്കായി ക്ഷേത്രങ്ങൾ പണിതിരുന്നു. കിഴക്കേറ്റത്തെ രൈവതക പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ശ്രീരാമനെയും, വടക്കേറ്റത്തെ വേണുമന്ത പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ഭരതനെയും, പടിഞ്ഞാറേറ്റത്തെ സുഗക്ഷ പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ലക്ഷ്മണനെയും, തെക്കേറ്റത്തെ ലതാവേഷ്ട പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ശത്രുഘ്നെയും പ്രതിഷ്ഠിച്ചു. കൂടാതെ ദ്വാരകാപുരിയുടെ ഒത്ത നടുക്ക് ഒരു മഹാവിഷ്ണു ക്ഷേത്രവും ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർവികർ 3 ജന്മങ്ങളിൽ പൂജിച്ചിരുന്ന അതിദിവ്യമായ മഹാവിഷ്ണു വിഗ്രഹമായിരുന്നു. ദിവസവും രാവിലെ പത്നിമാരായ രുക്മിണി ദേവിക്കും സത്യഭാമാദേവിക്കുമൊപ്പം ഭഗവാൻ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിവന്നു. ദ്വാപരയുഗാന്ത്യത്തിൽ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തതിനെ തുടർന്ന് ദ്വാരക കടലടിച്ചുപോയി. ആ മഹാപ്രളയത്തിൽ അവശേഷിച്ചത് ഭഗവത് പൂജയേറ്റുവാങ്ങിയ ഈ 5 ദിവ്യ വിഗ്രഹങ്ങൾ മാത്രമാണ്. അവയിലെ മഹാവിഷ്ണു വിഗ്രഹം കലിയുഗാരംഭത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠിച്ച ഇടം പിന്നീട് ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധമായി. എന്നാൽ ദശരഥപുത്രന്മാരുടെ വിഗ്രഹങ്ങൾ പിന്നെയും ഒരുപാട് കാലം കടലിനടിയിൽ തന്നെ കിടന്നു. ഒരിക്കൽ അറബിക്കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കോന്മാരുടെ വലകളിൽ ഈ വിഗ്രഹങ്ങൾ പെട്ടുപോയി. അവർ ഈ വിഗ്രഹങ്ങൾ നാട്ടിലെ പ്രമാണിയായിരുന്ന വാക്കേൽ കൈമളെ ഏൽപ്പിച്ചുവെന്നും ഒരു ജ്യോത്സ്യം കൂടിയായിരുന്ന കൈമൾ പ്രശ്നം വെച്ചു നോക്കിയപ്പോൾ അവ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജയേറ്റുവാങ്ങിയ ദശരഥപുത്രന്മാരുടെ വിഗ്രഹങ്ങളാണെന്ന് മനസ്സിലായി. തുടർന്ന് അദ്ദേഹം മന്ത്രശക്തി ഉപയോഗിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് 4 പ്രാവുകളെ സൃഷ്ടിച്ചു. അവ ചെന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ അതത് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കാനും ഉത്തരവായി. ശ്രീരാമ വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് ചെന്നിരുന്നത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ തീരത്താണ്. ഭരത വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് കൂടൽമാണിക്യത്തും, ലക്ഷ്മണ വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് ചാലക്കുടിപ്പുഴയുടെ തീരത്തെ മൂഴിക്കുളത്തും, ശത്രുഘ്ന വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് കൂടൽമാണിക്യത്തിനടുത്ത് പായമ്മലിലും ചെന്നിരുന്നു. ഇവിടങ്ങളിലെല്ലാം തുടർന്ന് 4 മഹാക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു. രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചപൂജയ്ക്ക് മുൻപ് ഈ ക്ഷേത്രങ്ങളിൽ തൊഴുതു വരുന്നത് മഹാപുണ്യമായി വിശ്വസിച്ചു പോരുന്നു.